Hi friends, this is Dr. Anugraha here. So today's topic, see, it is a chota topic. And the detailed Staphylococcus aureus in the second part. Okay, that's the final part I have uploaded. Now another, there is something called in Staphylococcus aureus, there is something called as coagulase test. Okay. Now see, coagulase എന്താണ് ഈ സ്റ്റാഫ് ഓറിയസ് ഉണ്ടല്ലോടാ, സ്റ്റാഫ് ഓറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമിൻ്റെ പേരാണ് കോആഗുലേസ്. ഓക്കെ, അപ്പം മറ്റേ സ്റ്റാഫിൻ്റെ വേറെ എപ്പിഡെർമിഡിസ് ഉണ്ട്, സാപ്രോഫിറ്റിക്കസ് ഉണ്ട്, ഇതൊന്നും കോആഗുലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ലെറ്റ്സ് സേ ഒരു പേഴ്സൺ കംസ് ടു യു, ഓക്കെ, ഇപ്പോൾ കയ്യിൽ ബോയിൽസ് ഉണ്ട് അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് യു ആർ സസ്പെക്ടിങ് ഇറ്റ് ടു ബി സ്റ്റഫൈലോകോക്കസ്. എനിക്കറിയേണ്ടത് അത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണോ അതോ സ്റ്റഫൈലോകോക്കസിന്റെ വേറെ ഏതെങ്കിലും ടൈപ്പ് ആണോ എന്ന് എനിക്ക് അറിയണം. അപ്പോൾ ഞാൻ ഏത് ടെസ്റ്റ് ചെയ്യും? കോആഗുലേസ് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് us to differentiate or identify if the specimen or if the organism causing the disease is Staph aureus or not. ഓക്കെ, അപ്പോൾ ഈ കോആഗുലേസ് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് വന്നാൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് ടെസ്റ്റ്, അതിൻ്റെ പോസിറ്റീവ് എങ്ങനെയാണ് വായിക്കുന്നത്, സിമ്പിളാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് വന്നാൽ നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ എന്തായിരിക്കും? നിങ്ങൾക്ക് കിട്ടിയ സാമ്പിളിൽ ആരാണ് കൾപ്രിറ്റ്? സ്റ്റാഫ് ഓറിയസ് ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോആഗുലേസ് ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? ഇറ്റ് മീൻസ് സ്പെസിമെനിലുള്ള ഓർഗാനിസം സ്റ്റഫൈലോകോക്കസ് തന്നെ, പക്ഷേ ഓറിയസ് അല്ല. ഇറ്റ് കുഡ് ബി സം അതർ ടൈപ്പ് ഓഫ് സ്റ്റഫൈലോകോക്കസ്. ഓക്കെ, എന്നാൽ നമ്മൾ കോൺസ് എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോആഗുലേസ് നെഗറ്റീവ് സ്റ്റഫൈലോകോക്കസ്. അപ്പോൾ കോആഗുലേസ് ടെസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, ഒന്ന് നമുക്ക് സ്ലൈഡ് ചെയ്യാം. ഓക്കെ, ഇത് ആക്ച്വലി ഇതൊരു സ്ലൈഡാണ് കേട്ടോ. രണ്ട് സ്ലൈഡിങ് വെച്ചേക്കാണ്. സോ ഓർ ഈവൻ വൺ സ്ലൈഡ്. സോ ഇഫ് യു ഡൂയിങ് ഇറ്റ് ഓൺ ദ സ്ലൈഡ്, ഇഫ് ദ ടെസ്റ്റ് ഇസ് ബീങ് ഡൺ ഓൺ ദ സ്ലൈഡ്, അതിനെ നമ്മൾ സ്ലൈഡ് കോആഗുലേസ് ടെസ്റ്റ് എന്ന് പറയുന്നു. ഈ ഒരു ടെസ്റ്റ് നമ്മൾ ട്യൂബിലാണ് ചെയ്യുന്നതെങ്കിൽ ട്യൂബ് കോആഗുലേസ് ടെസ്റ്റ് എന്ന് പറയുന്നു. നൗ before I tell you what this test is, you should know, see, നമ്മുടെ Staphylococcus aureus ഉണ്ടല്ലോടാ, ബ്ലാക്ക് എടുക്കാം. Staphylococcus aureus ഇതാണ് Staphylococcus aureus എന്ന് വെച്ചോ. ഇതാണ് ബാക്ടീരിയ. അതിൻ്റെ സർഫസിൽ it has got a protein, okay, called as clumping factor. എന്താണ് clumping factor? Now, ഈ ക്ലംപിംഗ് ഫാക്ടറിന്റെ വേറെ പേരാണ് ബൗണ്ട് കോആഗുലേസ്. ഓക്കെ, നൗ ഈ കോആഗുലേസ് വാട്ട് ഡസ് ഇറ്റ് ഡു? സി, സ്റ്റാഫ് ഓറിയസ് ഒരാളുടെ ബോഡിയിൽ എൻ്റർ ചെയ്തു എന്ന് വെക്കുക. അപ്പം ജസ്റ്റ് ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഇപ്പോൾ ഒരാളുടെ ബ്ലഡ് വെസൽ, അയാളുടെ ബ്ലഡ് ഇൻഫെക്ഷൻ ആണ്, സ്റ്റാഫ് ഓറിയസ് അയാളുടെ ബ്ലഡിൽ കടന്നിരിക്കുന്നു. ഇതൊരു ബ്ലഡ് വെസലാണ്. ഓക്കെ, ആൻഡ് ഇത് സ്റ്റാഫ് ഓറിയസിൻ്റെ അകത്തുള്ള ഞാൻ ഈ വരച്ചേക്കുന്നതാണ്. അതിൻ്റെ അകത്തല്ല, അതിൻ്റെ സർഫസിലാണ് ക്ലംപിംഗ് ഫാക്ടർ എന്ന് പറയും. ഈ ക്ലംപിംഗ് ഫാക്ടർ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ബ്ലഡ്, നമ്മുടെ പ്ലാസ്മയിനകത്ത് നമുക്ക് വി ഹാവ് ഫിബ്രിനോജൻ. വാട്ട് ഇസ് ഇറ്റ്? യാ, വി ഹാവ് എ മോളിക്യൂൾ കോൾഡ് ആസ് ഫിബ്രിനോജൻ. ഈ ഫിബ്രിനോജനെ ഫിബ്രിനാക്കി മാറ്റുന്നു ആര്? ഈ ക്ലംപിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ബൗണ്ട് കോആഗുലേസ്. രണ്ടും ഒന്ന് തന്നെയാണ്, ഡിഫറെൻറ്റ് പേരാന്നേ ഉള്ളൂ. അപ്പോൾ ഫിബ്രിനോജനെ നമ്മൾ ഈ ക്ലംപിംഗ് ഫാക്ടർ ഈ ബ്ലഡിനകത്ത് ഇപ്പോൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഉണ്ട് ഒരാളുടെ. ഈ ബ്ലഡിനകത്ത് ബ്ലഡിൻ്റെ ഒരു കോമ്പനൻ്റ് ആണ് പ്ലാസ്മ, അറിയാലോ. പ്ലാസ്മയിനകത്ത് വി ഹാവ് എ മോളിക്യൂൾ കോൾഡ് ആസ് ഫിബ്രിനോജൻ. അപ്പോൾ ഈ ക്ലംപിംഗ് ഫാക്ടർ ചെന്നിട്ട് ഫിബ്രിനോജനെ എന്തായിട്ട് മാറ്റും? ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഫിബ്രിൻ. അപ്പോൾ ഈ ഫിബ്രിൻ എങ്ങനെയാണ് കാണാനെന്ന് അറിയോടാ? ഫിബ്രിൻ ഇതേപോലെ മെഷ് പോലെയാണ്, ഇതേപോലെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ആൻഡ് ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒരു നെറ്റ് പോലെയാണ് ഫിബ്രിൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഗ്ലൂ ലൈക്ക് ഏരിയാസ് ഉണ്ട്, എന്ന് വെച്ചാൽ പശ പോലുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റഫൈലോകോക്കസ് ഓറിയസിന് ഈ പശ പോലുള്ള ഏരിയയിൽ, ഇപ്പോൾ ബ്ലഡ് വെസലിൽ ഞാൻ ഇപ്പോൾ വരച്ച് കാണിക്കാം, ഫിബ്രിൻ ഫോം ചെയ്തു. ഫിബ്രിനോജൻ മാറി ഫിബ്രിൻ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ ഫിബ്രിനകത്ത് എന്തുണ്ട്? ഈ നെറ്റ് പോലുള്ള സ്ട്രക്ചറിനകത്ത് പശ പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പശയെ ചെന്നിട്ട് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, സോ ദിസ് ഫിബ്രിൻ വിൽ make the Staphylococcus aureus to stick together as well as to the nearby structures. ഇവിടെ ഞാൻ ബ്ലഡ് വെസലാണ് വരച്ചേക്കുന്നത്. അപ്പം some of the Staph aureus will stick to the blood vessel wall and also to themselves. Okay, and you know it's very easy for them to multiply. അങ്ങനെ അവിടെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ചുറ്റിനും
ഓക്കെ, ഈ സ്റ്റെഫിലോകോക്കസിൻ്റെ സ്ട്രോങ്ങസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, സ്ട്രോങ്ങസ്റ്റ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ബാക്ടീരിയ അതിന് ചുറ്റിനും ഒരു കവർ പോലെ ഉണ്ടാക്കും, ബയോഫിലിം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഇത് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ഈ ബയോഫിലിമിനെ പിയേഴ്സ് ചെയ്ത് സ്റ്റെഫിലോകോക്കസ് ഓറിയസിനെ കില്ല് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഓക്കെ, പിന്നെ ഈ ടിഷ്യൂസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് ഈ ഫിബ്രിൻ സഹായിക്കും. സോ സ്റ്റെഫിലോകോക്കസ് this clumping factor of Staphylococcus aureus is actually helping it to thrive or live inside our body. Understood? Okay, fine. Okay, now see, this is a principle. Okay, so the bound coagulase or clumping factor will convert fibrinogen to fibrin. Okay, and when lot of fibrin is formed, kuray fibrin ingane form cheyyumbam what ultimately we get, avade namukku clot formation undavum. Ide kuray net pole structures aduthaduth ingane undavumbo clot formation undavum. Okay, clumps allengil clot undavum. Okay, keep this in mind. Now see, if the test is being done in the test tube, it is called as if the test is being done in the slide, it is called as slide coagulase. In the tube il aanu nammal test cheyyunnengil tube coagulase. Now, so you understood about bound coagulase. Okay, bound coagulase. Next is free coagulase. See, Staph aureus it has the capability to release an enzyme into the surrounding area. Ipo Staph aureus nammada blood vessel irikiyana, adinte agathunnu ee bloodilekku it will release its enzyme, and that enzyme is called as free coagulase. See, Staph aureusinte surfaceil irikkunna enzymeneയാണ് നമ്മൾ ബൗണ്ട് coagulase എന്ന് പറയുക. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന എൻസൈമിനെയാണ് നമ്മൾ ഫ്രീ കോയാഗുലേസ് എന്ന് പറയുക. ഫ്രീ കോയാഗുലേസിനും സെയിം ഫംഗ്ഷൻ ആണ്. ഇറ്റ് വിൽ കൺവേർട്ട് ദ ഫിബ്രിനോജൻ ഓക്കെ ഇൻ അവർ പ്ലാസ്മ ടു ഫിബ്രിൻ ആൻഡ് ഹെൽപ്സ് ഇൻ ക്ലോട്ട് ഫോർമേഷൻ, ക്ലംസ് ഫോർമേഷൻ ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, നൗ how do you do the slide test? Okay, slide coagulase test എങ്ങനെയാ ചെയ്യാം? സിമ്പിൾ. ഞാനൊരു സ്ലൈഡ് എടുക്കുന്നു. ഓക്കെ, ഇവിടെ ഞാനൊരു പ്ലാസ്മ, 1 drop of plasma ഞാൻ ഇടുന്നു. നമുക്ക് ലാബിൽ we get this rabbit plasma. Okay, so 1 drop of plasma, I'll put it on the slide. പിന്നെ ഞാൻ പേഷ്യൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ സാമ്പിൾ എടുക്കുന്നു. ആ സാമ്പിളിൽ എനിക്ക് അറിയേണ്ടത് ആ സാമ്പിളിനകത്തുള്ള ഓർഗാനിസം സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ആണോ അതോ സ്റ്റെഫിലോകോക്കസിൻ്റെ വേറെ എന്തെങ്കിലും ആണോ. അപ്പോൾ I take patient's sample and add it into the 1 drop of plasma. Patient sample എന്തുവാം, ബ്ലഡ് ആവാം അല്ലെങ്കിൽ പസ് ആവാം. ഓക്കെ, ആൻഡ് ദെൻ ഓക്കെ I'll wait for few seconds. If I can see clumping, കുറച്ച് സെക്കൻഡ്സിന് ശേഷം 10 to 25 സെക്കൻഡ്സിന് ശേഷം if you see, look here, ഇവിടെ കണ്ടോ, ഇവിടെ can you see, should I take a different color? See, ഇവിടെ കണ്ടോ ഇങ്ങനെ കുരുകുര വന്ന് കണ്ടോ, it means there is clump formation അല്ലെങ്കിൽ clot formation. That is because fibrinogen in the plasma. See, ഞാൻ ഒഴിച്ച പ്ലാസ്മയിൽ, ഞാൻ ഈ സ്ലൈഡിനകത്ത് ഞാൻ പറഞ്ഞില്ലേ 1 drop of plasma ഇടുന്നു. ആ പ്ലാസ്മേനകത്ത് എന്തുണ്ട്, ഫിബ്രിനോജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒഴിക്കുന്ന സാമ്പിളിനകത്ത് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ആണെങ്കിൽ ഈ പ്ലാസ്മയിലുള്ള ഫിബ്രിനോജനെ ഫിബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഫിബ്രിൻ ഉണ്ടായാൽ വാട്ട് ഇസ് ഫോംഡ്, it will give rise to clump formation അല്ലെങ്കിൽ clot formation or clump formation. അപ്പോൾ clump ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കണ്ടോ, ഇതൊരു സ്ലൈഡാണ്. സോ യു ക്യാൻ സീ ഈ കുരുകുര കണ്ടോ, അത് ക്ലംപ് ഫോർമേഷൻ ആണ്. സോ നിങ്ങൾ ഇവിടെ ഇട്ട സാമ്പിള് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത സാമ്പിള്, ദാറ്റ് മീൻസ് ഈ സാമ്പിളിനകത്ത് എന്തുണ്ട്, സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ഉണ്ട്. ഈ സാമ്പിൾ നോക്കിക്കേ, ഓക്കെ, നിങ്ങൾ പ്ലാസ്മ ഇട്ടു, നിങ്ങൾ സ്പെസിമെൻ ഇട്ടു, ഓക്കെ, ആൻഡ് ദെൻ യു മിക്സ് ഇറ്റ്. ഇവിടെ ക്ലംപിംഗ് വല്ലതും കാണുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഓക്കെ ഈ സാമ്പിളിനകത്ത് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ഉണ്ടോ? ഇല്ല. Okay, so when you see slide nath, if you see clumping, right, then what is the interpretation? That it is Staphylococcus aureus. Okay, same thing test tube. Ee test tube il njan nokkunnathu Staphylococcus aureus inde free coagulase undo illa ennaanu. Okay, ipo enikku ee bacteria ide bound coagulase aanu enikku check cheyandengil njan adu slide il ee test perform cheyum. Free coagulase aanu check cheyandengil njan tube perform cheyum. So basically actually slide coagulase test they say it is a screening test, okay, and tube coagulase test they say it is a confirmatory test. Understood? Okay, now see tube natham same thing. Tube natha ningal you can add plasma, okay, from the lab il ulla plasma nammal add cheyunu, patient specimen add cheyunu,
And then actually in tube test, no, നമ്മളൊരു 1 to 4 hours അല്ലെങ്കിൽ up to 24 hours നമ്മൾ 37 degree Celsiusൽ ഈ ഒരു സാമ്പിൾ ഇൻക്യുബേഷൻ വെക്കുന്നു. അതിനുശേഷം ഇഫ് യു സി, ഈ പിക്ചറിൽ അത്ര ക്ലംപിംഗ് ക്ലിയർ അല്ല കേട്ടോ, ഇഫ് യു സി ഓക്കെ ക്ലംപിംഗ് കുരുകുര കാണുന്നുണ്ടെങ്കിൽ ദെൻ ആ സാമ്പിളിനകത്ത് എന്തുണ്ട്, നിങ്ങൾ ഇട്ട സ്പെസിമെനകത്ത് എന്തുണ്ട്, സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഉണ്ട്. സി ഈ രണ്ടാമത്തെ പിക്ചറിൽ യു കെ നോട്ട് സി, ആക്ച്വലി ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൻ്റെ പിക്ചർ ഇസ് നോട്ട് വെരി ക്ലിയർ. പ്രിൻസിപ്പിൾ സെയിം ആണ്. ടെസ്റ്റ് ട്യൂബിൽ ഇങ്ങനെ കുരുകുര കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ച സാമ്പിളിനകത്ത് സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഉണ്ട്. Okay, and the second picture pole, okay, if there is no clumping C, then it is not Staphylococcus aureus. Understood? Okay, fine. I will do one question. In the slide coagulase test, a positive reaction is seen when, see, the plasma turns cloudy after incubation. No, slide nath nammal incubation cheyarundo, incubate cheyidu vekkarundo illa. Okay, tettana. Clot formation occurs in 4 hours. No, that is wrong. Okay, see, ഈ സ്ലൈഡ് കോയാഗുലേസിനകത്ത് അതിൽ നമുക്ക് റാപ്പിഡ് ടെസ്റ്റ് ആണ്, പെട്ടെന്ന് നമുക്ക് ആ ക്ലംപ്സ് അല്ലെങ്കിൽ ആ ഒരു അഗ്ലൂട്ടിനേഷൻ കാണാൻ പറ്റും സ്ലൈഡിനകത്ത് കേട്ടോ. സോ വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ 4 hours. മൂന്നാമത് വിസിബിൾ ക്ലംപിംഗ് ഇസ് സീൻ വിത്തിൻ സെക്കൻഡ്സ്. യെസ് ദാറ്റ് ഇസ് യുവർ ആൻസർ. സി ദിസ് ഇസ് യുവർ ആൻസർ. സ്ലൈഡ് ടെസ്റ്റിനകത്ത്, സ്ലൈഡ് കോയാഗുലേസ് ടെസ്റ്റിനകത്ത് വിസിബിൾ ക്ലംപിംഗ് ഇസ് സീൻ വിത്തിൻ seconds. Okay, and see, നാലാമത്തെ ഓപ്ഷൻ വായിച്ചു നോക്കിയേ, ബാക്ടീരിയൽ കോളനീസ് ഷോ കളർ ചേഞ്ച്. നോ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. See, if in slide coagulase, if you see agglutination, then that is a positive test. What is interpretation? The sample that you added has got Staphylococcus aureus. And if there is no agglutination seen, what is your interpretation? It means, see, the sample is not, see, Staphylococcus ആയിരിക്കാം, പക്ഷേ aureus ആയിരിക്കത്തില്ല. It could be some other types of Staphylococcus if the sample is, if the test is negative. Understood? So I think that's it. Details on Staphylococcus aureus, I have put it in another video. I'll see you in the next class. Bye bye.